hello. Welcome to Market Discussion of the Day. Today, July 24th, 2025. തേഴ്സ്ഡേ ആണ്. സോ നമുക്ക് ഇന്ന് നമ്മൾ ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് ട്രേഡ് എടുത്ത് പോകാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ നമുക്ക് ഇന്ന് മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യം, നമ്മളുടെ അടുത്ത ബാച്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ട് ഒരു ബേസിക് കോഴ്സ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താ പറയുക, അടുത്ത ചൊവ്വാഴ്ച മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ 4 ദിവസവും ഉറപ്പായിട്ടും കയറാൻ പറ്റും ഉള്ള ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മളിന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് നമ്മൾ നോക്കുമ്പോൾ നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസുകളുണ്ട്. ഈ ന്യൂസുകളൊന്നും ഒരു റേഞ്ച് നമ്മളെ മാറ്റിക്കളയുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ന്യൂസൊന്നും അല്ലെങ്കിലും ഉറപ്പായിട്ടും ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം ഉറപ്പുള്ളൊരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ് ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. അത് യൂറോനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഗസ്റ്റ് 1 വരാൻ പോകുന്ന താരിഫ് US നിന്ന് യൂറോപ്യൻ കൺട്രീസിനെതിരെ വരാനായിട്ടുള്ള ആ ഒരു താരിഫ്, അതിനെ എന്താ പറയുക, ആ ഒരു താരിഫ് വരുന്നതിന് മുന്നേ ആയിട്ടുള്ള ഒരു ECB ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇത്. സോ അതുകൊണ്ടിട്ട് തന്നെ അതിനെ എന്താ പറയുക, അത് ആ ഒരു താരിഫിനെ എന്താ പറയുക, നമ്മൾ ഓവർകം ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ ചിലപ്പം ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ടിട്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ന്യൂസും കൂടെയാണ്. പിന്നീട് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം ഉണ്ട് ഉച്ചയ്ക്ക് 1:30 മണിക്ക് UK ടൈമിങ്. അതിനുശേഷം 3 മണിക്ക് ന്യൂ ഹോം സെയിൽസ് ഉണ്ട്. പിന്നീട് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്. ലഗാർഡിൻ്റെ സ്പീച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കാരണം പുള്ളിക്കാരത്തി എന്താ പറയുക, നമ്മുടെ യൂറോ എന്ന് പറയുന്ന കറൻസിയെ ഒരു ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കറൻസി, അല്ലെങ്കിൽ അതൊരു ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ ഉള്ള പല ന്യൂസുകളും കഴിഞ്ഞ കുറേ സ്പീച്ചുകളിൽ പുള്ളിക്കാരത്തിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയല്ലേ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ നമ്മുടെ മാർക്കറ്റ് ഡിസ്കഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് അതും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് പോവുകയും ചെയ്യണം. നാളെ നമ്മൾ നോക്കാൻ നേരത്ത് നാളെ നമുക്ക് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും തന്നെ ഇല്ല. സോ നമുക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഉക്രൈൻ റഷ്യ വാർ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ പ്രസിഡന്റ് കറപ്റ്റഡ് ആണ്. ഓൾമോസ്റ്റ് 11 ബില്യൺ ഡോളേഴ്സാണ് ഓരോ വർഷങ്ങളിൽ പുള്ളിക്കാരൻ കറപ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ റൂളിംഗ് പാർട്ടിക്കെതിരെ നിൽക്കുന്നു. പല ഉക്രൈനെ ഓൾറെഡി ആയുധം കൊടുത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന യൂറോപ്യൻ കൺട്രീസ് അവരെങ്ങനെയെങ്കിലും ഉക്രൈനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം എന്നുള്ള റീസൺ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരുന്നത് അവർക്ക് ഉറപ്പായിട്ടും അത് എന്താ പറയുക, ഒരു പോസിറ്റീവ് കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യമായിട്ടും നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. സോ ഇനി എന്തായി തീരും ഉക്രൈൻ്റെ ഭാവി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി തന്നെ ഇരിക്കുന്നു. എന്താണ്, റെക്കോർഡ് ബ്രേക്കിംഗ് മിസൈൽ ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് റഷ്യ ഉക്രൈനിൽ, അല്ലേ. സോ ആ ഒരു സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഒരു ഐഡിയയും തരാത്തൊരു മാർക്കറ്റാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY വരുമ്പം JPY 146.42 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. 146 അവിടെ സപ്പോർട്ട് ചെയ്യും. 146 to 148 അതിൻ്റെ ഒരു എന്താ പറയുക റേഞ്ച് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. വേണമെങ്കിൽ 146 കിട്ടുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാം. 146 ഇന്ന് പോയ ലോ ഉണ്ടല്ലോ, 146.87 ആണെന്നാണ് എൻ്റെ വിശ്വാസം. 146 146.874 എന്ന് പറയുന്ന ലോയുടെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഇല്ലെങ്കിൽ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ജപ്പാനിലെ റൂളിംഗ് പാർട്ടിയുടെ ഭൂരിപക്ഷം പോവുകയും അവിടെ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഇങ്ങനെ മാർക്കറ്റ് താഴോട്ട് വരികയും ചെയ്തതെന്നുള്ളൊരു കാര്യം നമുക്കറിയാം, അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിൽ എങ്ങോട്ടാകും അടുത്ത പോക്ക് എന്നുള്ളൊരു കാര്യം വെയിറ്റ് ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കുന്നതും ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനമാണ്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എല്ലാം നോക്കി ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്.
വേണം എന്നുള്ള ആൾക്കാർക്ക് 146-ൽ ബൈ ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആൾക്കാർക്ക് ഇന്നത്തെ ലോയുടെ താഴെ ഇടാം. പ്രോപ്പറായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടേണ്ട ആൾക്കാർക്ക് 145.40 താഴെയും സ്റ്റോപ്പ് ലോസ് ഇടാം. യൂറോ ഇന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം ഇന്ന് ECBയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. സോ ഇന്ന് അവസാനിക്കുന്നത് 1.1800 മുകളിലല്ല, 1.1800 താഴെ തന്നെയാണ്. നാളെ രാവിലെ 7:30 മണിക്കും 1.1800 താഴെ തന്നെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ലെടുത്ത് പരീക്ഷണം നടത്താവുന്നതാണ് യൂറോയിൽ. ഓക്കെ, അല്ലെങ്കിൽ 1.1500 തന്നെയാണ് നല്ലൊരു ബൈ ഓപ്പർച്യൂണിറ്റി യൂറോയിൽ എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നമ്മൾ നേരെ GBPയിലോട്ട് വരുമ്പം GBP 1.3559 നിൽക്കുന്നു. GBPയുടെ ബെറ്റർ ബൈ ഓപ്പർച്യൂണിറ്റി 1.3500 തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണത്. അങ്ങനെ 1.3500 വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. 1.3540 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടിയും വരും. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് നല്ല അപ് ട്രെൻഡ് ആയിരുന്നു ഇന്നലെ കാണിച്ചത്. ഇന്നലെ തന്നെ മാർക്കറ്റ് 3439 പോയി. US സെഷൻ ആയപ്പോഴത്തേക്ക് ഇന്നലെ നമ്മൾ മാർക്കറ്റ് ഡിസ്കഷൻ സമയത്ത് ഈ ഒരു ക്യാൻഡിലായിരുന്നു. ഓക്കെ, 3330 അടുത്ത് ഉള്ളൊരു ക്യാൻഡിലായിരുന്നു. സോ അവിടുന്ന് വേണം എന്നുള്ള ആൾക്കാർക്ക് സെല്ല് ചെയ്യണം എന്നുള്ളൊരു കാര്യം, സെല്ല് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. സോ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മുടെ US സെഷൻ ആയതിനു ശേഷം മാർക്കറ്റ് ഡംപായി. മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് പോവുകയും 3380 വരെ മാർക്കറ്റ് സഞ്ചരിക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലേ? സോ ഇനി എന്ത് ഗോൾഡിൽ എന്നുള്ളൊരു കാര്യം എനിക്ക് കൃത്യമായിട്ട് എനിക്കൊരു ഒരു ഐഡിയയും തരാനായിട്ടില്ല. കാരണം റേഞ്ച് വിട്ടുപോയി വീണ്ടും. ഓക്കെ, സോ ആ ഒരു റീസൺ കാരണം നമുക്ക് 3360 സപ്പോർട്ട് ചെയ്യും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്ത മാർക്കറ്റ് ഓപ്പണിംഗ് വളരെ നിർണായകമാണ്. അടുത്ത ഏഷ്യൻ മാർക്കറ്റ് ക്ലോസിങ്ങിന് 3360 താഴെ പോയിട്ടില്ല എങ്കിൽ 3360 സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്ത് അവിടുന്ന് വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഗോൾഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3360 60-65 റേഞ്ചിനകത്താണെങ്കിൽ നമുക്ക് അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഗോൾഡിൽ എന്നതാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിലെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും എന്താ പറയുക, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.